നമസ്കാരം. ആസാമിലെ ദിബ്രുഗഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇപ്പം ഇവിടെ നാഗാലാൻഡ് എക്സ്പ്രസിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് തിൻസൂക്കിയ എന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ ദിബ്രുഗഡിൽ നിന്ന് 40 കിലോമീറ്റർ മാറിയിട്ടാണ് തിൻസൂക്കിയ. ഈ സമയത്ത് ട്രെയിനൊന്നും തന്നെ ഇല്ല പോവാൻ. ഇവിടുന്ന് ആദ്യം ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടുന്ന് ബസ്സൊക്കെ കിട്ടുമോ നോക്കാം. ഇതാണ് ദിബ്രുഗഡ് റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ വന്ന് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ടാക്സികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം തീരെ കുറവാണെന്ന് പറയാം, എന്നാലും കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്ര രൂപയാണെന്നൊക്കെ ചോദിച്ച് നോക്കാം. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോ കയറി തിൻസൂക്കിയയിലേക്ക് ബസ് കിട്ടുന്നൊരു ഭാഗത്തേക്ക് പോവുകയാണ്. അതായത് ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ട കാര്യം വരുന്നില്ല, ഹൈവേയിലേക്ക് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടത്തേക്ക് ഒരാൾക്ക് 20 രൂപയാണ് ഈ ഒരു ഓട്ടോയിലായത്. ഈ ദിബ്രുഗഡ് റെയിൽവേ സ്റ്റേഷൻ കുറച്ച് മാറിയിട്ടാണ് ടൗണിൽ നിന്ന്. ദിബ്രുഗഡ് ടൗണിലേക്ക് ഒരു 7 കിലോമീറ്ററിന്റെ മുകളിൽ ദൂരമുണ്ട് ഇവിടുന്ന്. എന്തായാലും ബസ് ഇവിടുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ട കാര്യം വരുന്നില്ലല്ലോ. അങ്ങനെ ഹൈവേയുടെ ഭാഗത്തെത്തി. ഇവിടെ നിന്നാ മതിന്ന്. ഇവിടെ ഒരു ബസ് ഷെഡൊന്നുമില്ല, നല്ല വെയിലാണ്. അങ്ങ് ദൂരെ നിന്നൊരു ബസ് വരുന്നുണ്ട്. അത് തിൻസൂക്കിയ തന്നെ ആവുമെന്നാണ് നമ്മുടെ വിശ്വാസം. പിന്നെ ഒരുപാട് ഓട്ടോ ചേട്ടന്മാരൊക്കെ വന്ന് നിർത്തുന്നുണ്ട്. പക്ഷെ ഇത് അധികം ദൂരമൊന്നും പോവില്ല. ഇത് ഈ അടുത്ത ഭാഗത്ത് എവിടത്തേക്കോ പോകാനുള്ളതാണ്. അത് ഇങ്ങിവിടെ എത്തി. ബസ്സിൽ ഏറ്റവും പുറകിലാണ് സീറ്റ് കിട്ടിയത്. ഇനിയുണ്ടല്ലോ, ഈ പോകുന്ന റൂട്ടിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ആ റോഡിനോട് ചേർന്ന് തന്നെയാണ് റെയിൽ ട്രാക്ക്. പിന്നെ എത്ര മിനിറ്റ് കൊണ്ട് അവിടെ എത്തുന്ന കൂടെ നമുക്ക് നോക്കാം. പോകുന്ന വഴിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇടത് ഭാഗത്ത് തേയിലത്തോട്ടങ്ങളും നടുഭാഗത്ത് റോഡും വലത് ഭാഗത്ത് റെയിൽ ട്രാക്കും. അടിപൊളിയല്ലേ? ഏത് ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും നല്ല കാഴ്ചകൾ തന്നെയാണ്. ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്. ഈ ഒരു തേയിലക്ക് പറ്റിയൊരു ക്ലൈമറ്റ് തന്നെയാണ്. പിന്നെ ഇതുപോലെയുള്ള വണ്ടിയില്ലേ, ഇതിനൊക്കെ ചെറിയ പൈസയുള്ളൂ. ഇനിയൊരു 30 കിലോമീറ്ററിൻ്റെ അടുത്ത് യാത്ര ചെയ്യാനുണ്ട്. ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 90 രൂപയാണ് ആയത്. ഈ സമയത്ത് ട്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പത്തിൽ എത്തായിരുന്നു. മാത്രമല്ല അതിൽ ചെറിയ ചാർജ് അല്ലേ ആവുള്ളൂ. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ചബുവ എന്നാണ് സ്റ്റേഷന്റെ പേര്. സ്റ്റേഷനൊക്കെ ഇതാ ഈ ഭാഗത്താണ്. ഇനി ഇവിടുന്ന് ഒരു 16 കിലോമീറ്റർ ഉണ്ട് തിൻസൂക്കിയയിലേക്ക്. 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ടാണ് ബസ് ഇവിടെ ന്യൂ തിൻസൂക്കിയ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലെത്തിയത്. ഒരുപാട് സമയമെടുത്തു. ഇവിടെ റെയിൽവേ മ്യൂസിയം ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ ഒരു ഭാഗത്തേക്കാണേ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമൊക്കെ ഇങ്ങോട്ടാണ്. തിൻസൂക്കിയയിലെത്തി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത്, 1 വർഷം മുന്നേ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളുടെ ഒരു ചേട്ടനുണ്ട്, വിനുചേട്ടൻ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് 600 മീറ്റർ ആണ് ചേട്ടൻ താമസിക്കുന്ന ഒരു ഭാഗത്തേക്കുള്ളത്. ഞങ്ങൾ നേരെ ഇനി അങ്ങോട്ട് നടന്നു പോവുകയാണ്. വളരെ അടുത്ത് തന്നെയാണ്. ഇവിടെയൊക്കെ പാർക്കിംഗ് ആണ് സ്റ്റേഷന്റെ. തിൻസൂക്കിയ ജംഗ്ഷൻ, അതായത് പഴയ റെയിൽവേ സ്റ്റേഷനും ടൗണിലേക്കൊക്കെ പോകേണ്ട ഒരു വഴി ഇങ്ങോട്ടാണേ. ഞങ്ങൾക്ക് ഇതുവഴിയാണ് നടന്നു പോകാനുള്ളത്. ഈ ന്യൂ തിൻസൂക്കിയ റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്ത് തന്നെ ഒരുപാട് ധാബകളും ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഏത് സമയത്തും ഇവിടുന്ന് ദിബ്രുഗഡ് ഭാഗത്തേക്ക് ബസ് സർവീസൊക്കെ ഉണ്ട്. 90 രൂപ, അത് തന്നെയാണ് ഇവിടുത്തെ ആ ഒരു റേറ്റ്. പിന്നെ ഇവിടെ ടിക്കറ്റ് ഒന്നും കിട്ടില്ല. ഇതൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ബസ്സുകൾ തന്നെയാണ്. വിനുചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നവീൻ്റെ ബാഗ് കൊണ്ടായി. സ്കൂട്ടറിലാണ് വന്നത്. 2 പേർക്കൊന്നും അതിൽ കയറി പോകാൻ പറ്റില്ലല്ലോ. മാത്രമല്ല എൻ്റെയും കൂടെ വലിയൊരു ലഗേജ് ഉണ്ട്, അതുകൊണ്ട് ഒരു ബാഗ് മാത്രം കൊടുത്തു. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് തന്നെയായി ആ ഒരു താമസിക്കാനുള്ള സ്ഥലം. അങ്ങനെ ഞങ്ങൾ നടന്നെത്തി. ഇതൊരു അടിപൊളി ഭാഗമാണ്.
ഇവിടെയാണ് നമുക്ക് ഇനിയുള്ള കുറച്ച് ദിവസം താമസിക്കാനുള്ളത്. ഞങ്ങളങ്ങനെ ഈ ഒരു വീട്ടിലേക്ക് എത്തി. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 1 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഇവിടത്തേക്ക് വരുന്നത്. ആ വഴിയാണ് ഇപ്പം നടന്നു വന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഇതാ വിനിച്ചേട്ടൻ ഞങ്ങൾക്ക് ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വിനിച്ചേട്ടാ ഹായ്. 1 വർഷത്തിന് ശേഷമാണ് വീണ്ടും കാണുന്നത്. എന്നിട്ട് ഫെബ്രുവരിയിൽ വന്നതാണ്. അതെ അതെ. ശരിക്കും പറഞ്ഞാല് നമ്മളെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് പിന്നെ എളുപ്പത്തിൽ എന്താ പറയാ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ചേട്ടൻ്റെ നമ്മുടെ നാട്ടിലെവിടെയാണ് വീട് വരുന്നത്? നാട്ടില് കൊണ്ടോട്ടിയാണ് വീട്. അപ്പൊ ഇവിടെ ഇപ്പൊ വന്നിട്ട് 5 വർഷം കഴിഞ്ഞു, 5.5 ആയി. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമല്ലേ നവി ഇപ്പൊ ചോറ് കഴിക്കുന്നേ? നമ്മളുണ്ടല്ലോ ഈ ഒരു യാത്രേന്റെ സീരീസ് തുടങ്ങിയത് നമ്മുടെ ഗുരുദേവ എക്സ്പ്രസിൽ വരുന്ന സമയത്താണ്. ആ സമയത്ത് എന്താ പറയാ ഇവിടുന്നോ കഴിച്ചൊരു ഭക്ഷണത്തിന്റെ ആയിട്ട് ചെറിയൊരു പോയിസൺ അല്ലേ, ചെറിയൊരു ഇൻഫെക്ഷൻ വന്ന പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ വിചാരിച്ചു ഈ ഒരു യാത്ര മൊത്തം മുടങ്ങി പോകുന്നു. കാരണം യാത്രക്കാരിൽ ഏറ്റവും വലിയ എന്താ പറയാ വില്ലെന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് തന്നെയാണ്. അപ്പം അതെങ്ങനെയൊക്കെയോ ഞങ്ങൾ എന്താ പറയാ അതിജീവിച്ചു എന്ന് പറയാം. ആ സമയത്ത് നമ്മളേവരും യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ രീതിയിലുള്ള റൈസ്, ചോറും കറിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആണല്ലോ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് നോക്കി കയറുന്നത്. ഗുവാഹട്ടി പോയ സമയത്ത് എന്താ പറയാ നല്ല ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹം ഉണ്ടല്ലോ. ഇതിനുവേട്ടൻ അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ചോറൊക്കെ ആക്കി. ചോറുണ്ട് ഇവിടെ, ഇതാ ചിക്കൻ കറി ഉണ്ട്, പിന്നെ വേറെന്ത് വേണല്ലേ. ചിക്കൻ കറി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ചെമ്മീൻ അച്ചാറാണ്. വേറെ എന്ത് വേണല്ലേ നവി? ശരിക്കും പറഞ്ഞാല് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ അച്ചാറൊക്കെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ റൈസും കൂട്ടി കഴിക്കാൻ നല്ലതായിരുന്നു. ഞാൻ പലപ്പോഴും നവിയോട് പറഞ്ഞു ഇതുപോലുള്ള അച്ചാർ എന്തെങ്കിലും യാത്രയിൽ കൊണ്ടുവരുന്നത്. പിന്നെ ആ സമയം ആകുമ്പോ പിന്നെ അത് മറക്കുന്നതാണ്. അത് മാത്രമല്ല ലഗേജ് എടുത്തിട്ട് ചുമന്ന് കൊണ്ടുവരണ്ടേ എന്ന് കരുതുകൊണ്ട് മാത്രമാണ് മെയിൻ പ്രശ്നം. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനിയിപ്പോ നേരെ തിൻസുക്കിയ നഗരത്തിന്റെ ഭാഗത്തേക്ക് ഇറങ്ങുകയാണേ. ഇവിടെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പൊ അവിടത്തേക്ക് ഒരു 5 കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട്. നമുക്ക് കുറച്ച് പോയ ഉടനെ തന്നെ ഒരു ഷെയർ വണ്ടി കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് ഓട്ടോ കയറിയിട്ട് പോവാം. റൂമുള്ള ഒരു ഭാഗത്തു നിന്നൊക്കെ ഈ ഒരു റോഡിലേക്ക് വന്നത്, അതായത് ദിബ്രുഗഡ് ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡാണിത്. ഇനിയിപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് വണ്ടിയൊക്കെ കിട്ടും. എന്തായാലും ഈ വണ്ടിക്ക് പോകുന്നില്ല, പുറകിലായാലും ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അടുത്ത വണ്ടിക്ക് പോവാം. ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടി. ഇതിൻ്റെ മുന്നിൽ വരെ നമുക്ക് ഇരിക്കാം. ന്യൂ തിൻസുക്കിയ റെയിൽവേ സ്റ്റേഷനാണിത്. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇവിടെ റോഡിൻ്റെ പണികളായിരുന്നു. ഇപ്പോൾ അതൊക്കെ റെഡിയാക്കി. അങ്ങനെ ഇതാ തിൻസുക്കിയ നഗരത്തിലേക്ക് എത്തുകയാണ്. വൈകുന്നേരമാണ്, നല്ല തിരക്ക് എന്തായാലും ഉണ്ടാവും. തിൻസുക്കിയ ജംഗ്ഷന്റെ ഭാഗത്ത് തന്നെയാണ് പോയി ഇറങ്ങുന്നത്. ഇവിടെ 2 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഒന്ന് ന്യൂ തിൻസുക്കിയ ജംഗ്ഷൻ, മറ്റൊന്ന് തിൻസുക്കിയ ജംഗ്ഷൻ. നമുക്കെന്തായാലും ഓട്ടോ ഇറങ്ങി ഇതുവഴിയൊക്കെ നടക്കാം. ഇത് ആ മുൻഭാഗത്തേക്കാണ് തിൻസുക്കിയ ജംഗ്ഷൻ. ഇവിടെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഹോട്ടൽസൊക്കെ ഉണ്ട്. ഇവിടെ ഓട്ടോറിക്ഷേൻ്റെ പുറകിൽ വരെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതാ ഈ മുന്നിലൊരു ഓട്ടോ ഇല്ലേ, അതിൻ്റെ ഇവിടെ വരെ ഇരിക്കാനുള്ള ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ സൈക്കിൾ റിക്ഷയുണ്ട് സെപ്പറേറ്റ് തന്നെ. ഇവിടുത്തെ ഡെയിലി മാർക്കറ്റാണിത്, ഡെയിലി ബസാർ തിൻസുക്കിയ. ഇനി നേരെ ഇവിടേക്ക് നമുക്ക് ഇറങ്ങാം.
ഈ തിൻസുക്കിയ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് തന്നെയാണിത്. രാത്രി സമയത്താണ് ഇവിടെ നല്ല തിരക്കുണ്ടാവുക. ഇപ്പം തിരക്ക് കുറവാണ്. ഈ ഭാഗത്ത് ചെരുപ്പുകളൊക്കെയാണ് കൂടുതലും. പിന്നെ ഡ്രസ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമുക്കെല്ലാം വാങ്ങിച്ചിട്ട് പോവാം. ഇവിടെ ഇപ്പം തണുപ്പുണ്ട്. ആ തണുപ്പിനിടേണ്ട ജാക്കറ്റ് വരെ ഇവിടെ കിട്ടും. നമുക്കെന്തായാലും ഇതിൻ്റെ ഓരോ ഭാഗം വഴി നടക്കാം. പിന്നെ ഇവിടെയൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വേറെ സെപ്പറേറ്റ് വണ്ടികളൊന്നും കയറി വരുന്നില്ല. അതുകൊണ്ട് സുഖമായിട്ട് നടക്കാം. ആകെയുള്ളത് സൈക്കിളുകൾ മാത്രമാണ്. ഡെയിലി മാർക്കറ്റിൻ്റെ മറ്റൊരു ഭാഗമാണ് ക്ലോത്ത് മാർക്കറ്റ്. ഇവിടെ 350 എന്നൊക്കെ പറഞ്ഞ് എഴുതിയതൊക്കെ കാണാം. 150 ഉണ്ട്, 250 ഉണ്ട്. ഇങ്ങനെ പല പല പ്രൈസിൽ എഴുതിയിരിക്കുന്നതൊക്കെ കാണാം. ഇവിടെ ഒരുപാട് കടകളുണ്ട് ഇവിടെ. അതായത് നമ്മൾ നേരത്തെ പോയത് ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത്. തിൻസുക്കിയ ജംഗ്ഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമൊക്കെ ഇവിടെയാണ്. 2, 3 ഇതാ നേരെ ആ ഭാഗത്തേക്കാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ വന്ന ആ ഒരു റോഡൊക്കെ ഇവിടെ തന്നെ കാണാം. ഈ തിൻസുക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അതായത് തിൻസുക്കിയിൽ നിന്ന് ദിബ്രുഗഡ് വരെയുള്ള ഭാഗം ഇതേപോലെ തന്നെയാണ്. നേരത്തെ വരുമ്പോൾ തന്നെ പറഞ്ഞില്ലേ, റെയിൽ ട്രാക്കും റോഡും ഒരേപോലെ. ഒരുപാട് ബസ്സുകളൊക്കെ പോകുന്നത് കാണാം. ഈ ഒരു പോകുന്ന ബസ് ദിബ്രുഗഡ് ഭാഗത്തേക്ക് തന്നെയാണ്. ഇവിടെ ഇപ്പം തന്നെ സൂര്യൻ അസ്തമിക്കാനുള്ളൊരു സമയമായി. 5 മണിയാകുമ്പോൾ തന്നെ ഇവിടെ നല്ല ഇരുട്ട് വരും. ഇപ്പോൾ ഒരു 4 മണിയാവാനായി. ഇനിയിപ്പോൾ നമുക്ക് ആ മാർക്കറ്റിൻ്റെ ഭാഗത്ത് തന്നെ വീണ്ടും പോകണം. കുറച്ച് പച്ചക്കറിയും അതുപോലെ തന്നെ ചിക്കനൊക്കെ വാങ്ങിക്കാനുണ്ട്. അത് കുറച്ച് ഇരുട്ടായതിനു ശേഷം പോവാന്ന് കരുതി. ഞങ്ങൾ തിൻസുക്കിയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഒരുപാട് സൈക്കിൾ റിക്ഷകളൊക്കെ പോകുന്നത് കാണാം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് തന്നെ ശിവ്സാഗർ, ജൊറാട്ട്, ദിബ്രുഗഡ് ഭാഗത്തേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. ഇപ്പം ജൊറാട്ടിലേക്ക് പോകുന്നൊരു ബസ്സിനെ കണ്ടതേ ഉള്ളൂ. ഇത് ദിബ്രുഗഡാണ്. ദിബ്രുഗഡിലേക്ക് 1 മണിക്കൂറിന് മുകളിൽ യാത്രയുണ്ട്. ഇവിടെ ഇപ്പോൾ ലീഡോ ഗുവാഹട്ടി ഇൻ്റർസിറ്റി വരാനുണ്ട്. അത് ഇവിടത്തേക്ക് 8 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പം അത് ഇവിടെ നല്ലൊരു പ്ലേസ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് വരുന്നത് കാണാം. ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയേ. ഇവിടെ ASTC. പിന്നെ ഇവിടെയും ഇത് പ്രൈവറ്റ് വണ്ടിയാണ്. ഇനി നേരെ ട്രെയിൻ വരുന്ന ഒരു കാഴ്ച കാണാൻ പോവാം. അത് തിൻസുക്കിയയിലേക്ക് 1 കിലോമീറ്റർ കൂടിയേ ദൂരമുള്ളൂ. റോഡിൻ്റെ ഇത്ര അടുത്തുകൂടിയാണ് ട്രാക്ക് ഉള്ളത്. വണ്ടി എത്താനായി. അങ്ങനെ ലീഡോ ഗുവാഹട്ടി ഇന്റർസിറ്റി കടന്നു വരികയാണ്. നമ്മൾ ഈ റോഡിൽ നിന്നിട്ടാണ് കേട്ടോ വീഡിയോ ഇരിക്കുന്നത്. റെയിൽവേ ട്രാക്കിന്റെ ഭാഗത്തേക്കേ കയറുന്നില്ല. ബസ്സും ട്രെയിനും ഒരൊറ്റ ഫ്രെയിമില്. എന്റെ പൊന്നെ അടിപൊളി. ശരിക്കും ഇത് കാണാൻ നല്ല രസാ. നമ്മള് ശരിക്കും പറഞ്ഞ രണ്ടിന്റെയും നടുഭാഗത്താ. ഞങ്ങൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ലീഡോന്ന് ഇവിടെ തിൻസുക്കിയയിലേക്ക്, അതുപോലെ തന്നെ തിൻസുക്കിയിൽ നിന്ന് ലീഡോയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ലീഡോ ഒരു ബോർഡർ ഭാഗമാണ്. അവിടുന്ന് അരുണാചൽ ഭാഗത്തേക്കും അതുപോലെ തന്നെ മ്യാൻമറിൻ്റെ ഭാഗത്തേക്കൊക്കെ വളരെ അടുത്താണ്. ഇത് നാളെ രാവിലെ ഗുവാഹട്ടിയിലെത്തും ഈ വണ്ടി. സബിത പഴയ നീല ICF കോച്ച്. ഒരെണ്ണമായി 2 എണ്ണം ഉണ്ട്. 2 അല്ല
2 ഉള്ളൂ. ട്രെയിൻ അങ്ങനെ കടന്നു പോയി. സൂര്യാസ്തമയം. വൈകുന്നേരം ആയല്ലോ, ഇവിടെ നല്ല തണുപ്പ് വന്നു തുടങ്ങി. ഇനിയിപ്പോ ഒരു ചായ കുടിക്കാൻ പോകും. അതിനുശേഷം മാർക്കറ്റിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. കാരണം രാത്രിക്ക് ഞങ്ങൾ തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. കുറച്ച് പച്ചക്കറിയും ചിക്കനൊക്കെ കിട്ടുമോ നോക്കാം. ഇവിടുന്ന് ഗുവാഹട്ടി ഭാഗത്തേക്ക് ഡയറക്റ്റ് ബസ്സൊക്കെ ഉണ്ട്. ഇത് ഗുവാഹട്ടിയാണ്, പക്ഷെ അത് സീറ്ററാണ്, സ്ലീപ്പർ അല്ല. ഇവിടെ ഒരു ചായക്കടയിലേക്ക് വന്നേ. റിച്ച് ടീ എന്നാണ് ഇതിന്റെ പേര്. ഈ ചായ ഇങ്ങനെ ഇതാ ആക്കി എടുക്കുകയാണ്. ഈ ചായ എടുക്കുന്ന നോക്കിക്കോ, ഇങ്ങനെ കറക്കി കറക്കി ഇത്രേ ഉള്ളൂ. ചായ ഈ ഒരു മെഷീൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഇതാ കറക്കി കറക്കിയാണ് പുറത്തേക്ക് എടുക്കുന്നത്. നല്ല ടേസ്റ്റ് ചായ തന്നെയാണ് കേട്ടോ. മധുരം എല്ലാം സെറ്റ് തന്നെ അല്ലേ. അധികം മസാല ഇല്ല, അധികം എരിവില്ല, നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞ ഉടനെ നമുക്ക് നേരെ മാർക്കറ്റിലേക്ക് പോകണം. നമ്മൾ നേരത്തെ ഒരു ക്ലോത്ത് മാർക്കറ്റ് ഉണ്ടല്ലേ, അതിനിപ്പുറത്ത് തന്നെയാണ് വെജിറ്റബിൾ മാർക്കറ്റും അതുപോലെ തന്നെ ഈ മീനൊക്കെ വെക്കുന്ന മാർക്കറ്റ് വരുന്നത് അവിടെയാണ്. പച്ചക്കറി മാർക്കറ്റിന്റെ ഭാഗത്തെത്തിയേ. ഇവിടെ വഴുതന 2 രീതിയിൽ കാണാം. ഒന്നിതാ ഈ ഒരു സൈസിലുള്ളതും ഉണ്ട്, മറ്റൊന്ന് നോക്കിയേ വലിപ്പാണ്. കണ്ടോ, ഇത്രയും വലുതായില്ലതും ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് മാറുവാണെങ്കിൽ കോളിഫ്ലവർ ഉണ്ട്, ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. തക്കാളി, വിനിച്ചേട്ടൻ ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ വില കുറവാണ് ശരിക്കും പറഞ്ഞാൽ. ഇഞ്ചിയൊക്കെ കാണാം, ബീട്രൂട്ട്. ഇത് ഈ ഭാഗത്ത് മുഴുവനുണ്ട് കേട്ടോ. ഇത് പച്ചക്കറീൻ്റെ മാത്രം ഏരിയ ആണ്. ഇനിയിപ്പം ഇറച്ചീൻ്റെ ഒക്കെ വേറെ തന്നെ സെപ്പറേറ്റ് ഉണ്ട്. ഇതൊന്നും നമ്മുടെ ഭാഗത്ത് അധികം ഇല്ലാത്തൊരു ഐറ്റം അല്ലേ അല്ലേ? എന്താ ഇതിന്റെ പേര്? സ്ക്വാഷ്. ഇത് സാമ്പാറിലെല്ലാം ഇടുന്ന സാധനമാണ്. ഒന്ന് ജസ്റ്റ് സാമ്പാറിലേക്ക് ഇട്ട് കഴിച്ചു നോക്കണല്ലോ അല്ലേ? വേണ്ട. ഞങ്ങളിനി നേരെ ഇറച്ചി വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഫ്രൂട്ട്സും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഈ ഭാഗത്ത് മുഴുവനും. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ മീനൊക്കെ ഉണ്ട്, വെറൈറ്റീസ് ഓഫ് മീൻ. ഇത് മീനിന്റെ ഏരിയ ആണ്. നമ്മുടെ കോഴിയൊക്കെ ഉള്ള ഭാഗം ഇവിടെയാണ്. ഇത് നേരത്തെ തന്നെ മുറിച്ചിവിടെ വെച്ചിരിക്കുന്നതാണ്. ആ ഒരു നെയ്യോട് കൂടി തന്നെ ആ ഒരു സ്കിന്നിന്റെ അതൊക്കെ നേരെ തന്നെ കാണാം. ഇതൊക്കെ വാങ്ങിക്കാൻ ആള് വരും. ഇതിന്റെ നൈറ്റ് തന്നെ ഇതൊക്കെ ഇവിടുന്ന് കാലിയാവും. അതാണ് നമ്മുടെ കോഴി അവിടുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് എടുക്കും. ഇവിടെ വന്നിട്ട് അടുത്തൊരു ഐറ്റം ട്രൈ ചെയ്യുകയാണ്. ഉള്ളിയൊക്കെ കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിനെ പറയുന്ന പേര് പിയാജ് എന്നാണ്. എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കുകയാണ്. ഇത് കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ കൂടെ ഒരു ചട്നിയൊക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് ആ ഒരു സാധനം. കണ്ടിട്ടൊരു നമ്മുടെ നാട്ടിലെ ഉള്ളിവട ഇല്ലേ, അത് തന്നെയാണ്. കഴിച്ചു നോക്ക്. ഉള്ളിവട തന്നെയാണ്, ഉള്ളിവടന്റെ സെയിം ടേസ്റ്റ്. ഞങ്ങൾ ടൗണിന്റെ ഭാഗത്ത് നിന്ന് ഇനി റൂമിന്റെ ഭാഗത്തേക്ക് പോവാണ്. ഒരു ഓട്ടോയുടെ ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ 6 മണി ആയതേ ഉള്ളൂ. അതായത് നമ്മുടെ നാട്ടിലേക്ക് ഒരു 8:30 ആയൊരു പ്രതീതിയാണ്. നവീൻ ഇതാ ഓട്ടോയുടെ പുറകുന്ന് ഇറങ്ങുകയാണ്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പൊ നേരെ റൂമിലോട്ട് പോവാം. തിരിച്ച് റൂമിലെത്തി രാത്രിയിലേക്കുള്ള ഭക്ഷണത്തിന്റെ തയ്യാറെടുപ്പുകളാണ്. ഇവിടെ നവി ക്യാരറ്റ് വൃത്തിയായി കട്ട് ചെയ്യുന്ന ഒരു തിരക്കിലാണല്ലേ? നമ്മൾ ഇന്നുണ്ടല്ലോ നൈറ്റ് ആക്കുന്നത് റൈസ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് പോലത്തെയാണേ. അപ്പം നമ്മുടെ മെയിനായിട്ട്
കിച്ചണിലെ കുക്ക് വിനിച്ചേട്ടനാണ് ചിക്കന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത പണിയുണ്ട്. ഇവിടെ മല്ലിച്ചപ്പുണ്ട്, അതൊന്ന് സെറ്റാക്കണം. പിന്നെ ഈ ഒരു ഗ്രീൻ പീസ് ഇല്ലേ, അതൊന്ന് സെറ്റാക്കണം. ഇതൊക്കെ ഞാൻ ചെയ്യും. തീരുമ്പോ അടുത്ത പണി തരാം കേട്ടോ. അതല്ല, ഇതെല്ലാം എളുപ്പം അല്ല, ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. നിനക്ക് എളുപ്പ പണി ഞാൻ തരാം. എളുപ്പ പണി എന്ന് പറഞ്ഞാല് ഏത് സവാള ഉള്ളി അരിയുന്നതല്ലേ. അങ്ങനെ ഏറ്റവും എളുപ്പമുള്ള പണിയാണ് മനു ഇപ്പൊ ചെയ്യുന്നത്. പിന്നെ സവാള അരിയുന്ന ഏറ്റവും എളുപ്പമുള്ള പണിയല്ലേ മനു? അതെ, ഇനിയുണ്ട് കേട്ടോ, 5 കൂടി ഉണ്ട്. പെട്ടെന്ന് തീർത്താൽ പെട്ടെന്ന് തന്നെ അടുത്ത പണിയായിട്ട് ഞാൻ കൊണ്ടുതരാം. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതാ തക്കാളി എരിയാനുണ്ട്. ഇതുണ്ടല്ലോ ഗ്രീൻ പീസ് ആണേ. ഗ്രീൻ പീസിന്റെ പണിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഇതില്ലേ, ഇതിൽ നിന്ന് ഈ സംഭവത്തിൽ നിന്നാണ് ഗ്രീൻ പീസ് എടുത്ത് ഇതിലേക്ക് മാറ്റും. തക്കാളിയായി, ഉള്ളിയായി, ബീൻസായി, അതുപോലെ തന്നെ പട്ടാണി കടലയായി. ഇപ്പോൾ ഇവിടെ ഇതാ ഇഞ്ചിയും കൂടെ റെഡിയാക്കുകയാണ്. ക്യാരറ്റൊക്കെ ഓൾറെഡി റെഡിയായി. പിന്നെ ഇവിടെ കുറച്ച് മല്ലി ഇലയും കൂടി ഉണ്ട്. ഇവിടെ ഇതാ നമുക്കെല്ലാം ആക്കി തരുന്നത് വിനുചേട്ടനാണ്. വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കുകയാണല്ലേ. ഇത് എത്ര സമയം എടുക്കും? ഏകദേശം 20 മിനിറ്റ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഇതാ ചിക്കനൊക്കെ ഇതാ ഗ്യാസിലുണ്ട്. ഇതും റെഡി ആവാൻ ഒരു അരമണിക്കൂറുകൾ എടുക്കും. നമ്മൾ അരിഞ്ഞ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഇതിന്റെ അകത്തേക്കായിട്ടുണ്ട്. നിങ്ങൾ ഈ ഗ്യാസ് നമ്മള് കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല. 9 മാസമൊക്കെ എന്തായാലും നിൽക്കും അല്ലേ? കൂടുതൽ ഇതിലാണ് ഉണ്ടാക്കാറ്. പെട്ടെന്ന് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറൊക്കെ ഈസി ആയിട്ട് കിട്ടും. ശരിക്കും പറഞ്ഞാല് നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ കിട്ടുന്ന അതേ ഭക്ഷണം ഇവിടുന്ന് കിട്ടുമ്പോൾ സന്തോഷം അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ അതന്നെ ഏറ്റവും നല്ലത്. ശരിക്കും പറഞ്ഞാല് നമുക്ക് യാത്രക്കടയിൽ വില്ലെന്ന് പറഞ്ഞ ഫുഡാണ്. നമ്മുടെ ടേസ്റ്റ് മാത്രമല്ല, മെയിൻ ആയിട്ട് നല്ല രീതിയിൽ പൈസ. ഇപ്പൊ നല്ലൊരു ഫുഡ് വാങ്ങിക്കാൻ കഴിക്കാൻ തന്നെ നല്ല എക്സ്പെൻസീവോ. ഈ എക്സ്പെൻസീവ് ആയിട്ട് അതിന്റെ നിങ്ങൾക്ക് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ വിഷയം. നിങ്ങൾ നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ ഗുരുദേവ് എക്സ്പ്രസിൽ കിട്ടിയതല്ലേ നമുക്ക്. ഇവിടെ ഇതാ റൈസ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഇനിയിപ്പോ പ്ലേറ്റിലേക്ക് എടുത്തോ. കുറച്ച് വെള്ളം കൂടി പോയോ അല്ലേ? കുഴപ്പമില്ല. വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിയിലായില്ലോ? എല്ലാം നല്ല രീതിയിൽ തന്നെ ആയി. ഇനിയിപ്പോ കുറച്ച് ചിക്കൻ കറിയും കൂടെ ഇതിന്റെ മുകളിലേക്ക് ഇട്ടാൽ മതി. 3 പേർക്ക് ഇട്ടിട്ട് ഇവിടെ നല്ല പിന്നെ തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തണിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ചൂടോടെ തന്നെ കഴിക്കണം. അതെ അതെ അതെ. വിനോട്ട വരുന്നില്ലേ? ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. ഇപ്പൊ രാവിലെ 8 മണിയായേ. ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ ഈ ഒരു തണുപ്പ് മാറണമെങ്കിൽ ഒരു 10-11 മണിയെങ്കിലും മിനിമം ആവണം. അപ്പോൾ രാവിലെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ വിനുചേട്ടൻ ആക്കിയിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് നോക്കാം നമുക്ക്. രാവിലെ പുട്ടാണ് ആക്കിയത്. പുട്ടുണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചായയും ഉണ്ട്. ഈ പുട്ടിന് ഇവിടെ തേങ്ങക്ക് നല്ല വില. തേങ്ങക്ക് 60 രൂപ 70 രൂപയാണ് പൈസ. അല്ല, മാർക്കറ്റ് പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. അല്ല, ഇവിടെ ആൾക്കാർ തേങ്ങ യൂസ് ചെയ്യില്ല. അവര് പൂജക്ക് വേണ്ടിട്ട് മാത്രം തേങ്ങ യൂസ് ചെയ്യും. അത് പിന്നെ ഈ ഭാഗത്തൊക്കെ വരുമ്പോ അങ്ങനെ തന്നെയാണല്ലോ. ക്യാരറ്റാന്ന് അതുകൊണ്ട് ഇട്ടിട്ടുണ്ടായത്. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുവാണേ. ഈ ഭാഗത്ത് ഇതാ നല്ല പച്ചപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. ഇപ്പൊ കുറച്ച് സൂര്യന് ശക്തിയൊക്കെ വന്നു തുടങ്ങി. ആ തണുപ്പൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇവിടെ ഒരു പട്ടിക്കുട്ടൻ ഉണ്ടായിരുന്നു. അതിപ്പോ ഇല്ല അല്ലേ? അതിന്റെ പേര് കാലു എന്നാണ്. അതായത് ബിൻചേട്ടന്റെ ആ ഒരു പ്രോപ്പർട്ടി തന്നെയുള്ള ഒരു പട്ടിക്കുട്ടനാണ് ഉണ്ടായത്. ഞങ്ങൾ കഴിഞ്ഞ തവണ ഇവിടെ വന്ന് താമസിച്ച ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് നേരെ അരുണാചൽ പ്രദേശ്, അതായത് നഗർലഗൂൺ എന്ന സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോകണ്ടായേ. പോയ ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ പട്ടിയെ പുറത്തുള്ള ഏതൊരു പട്ടി വന്ന് കടിച്ചു എന്നാണ് ബിൻചേട്ടൻ പറഞ്ഞത്. ശേഷം എന്താ പറയാ, ഒരാഴ്ച വരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഉണ്ടായത്. എന്താ പറയാ, അവൻ ചത്തുപോയി എന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാല് വലിയ വിഷമം തന്നെ അല്ലേ? ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ബിജുചേട്ടൻ അതിനെ വളർത്തുന്നതാണല്ലോ. ഇപ്പൊ തന്നെ ചേട്ടൻ നമ്മളോട് പറഞ്ഞത് ശരിക്കും പറഞ്ഞാല് ഇതുവഴിയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ വളർത്തു മൃഗങ്ങളില്ലേ, ഒരുപാട് സ്നേഹിച്ചിട്ട് അവർ നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങളത് അനുഭവിച്ചാണ്. സത്യം. അതാണ് ഈ വളർത്തു മൃഗങ്ങള് വളർത്തി ഒരുപാട് സ്നേഹിച്ച അവസാനം അവറ്റകള് നമ്മളെ വിട്ടുപോകുമ്പോൾ ഒരു പ്രശ്നമില്ലേ, അത് വലിയൊരു പ്രശ്നമാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇനി ഒരു റൈഡ് പോവുകയാണ്. പണിത്തുള എന്നുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതായത് ഈ ദിബ്രുഗഡിന്റെ ഭാഗത്തേക്കാണ്. അവിടെ വരുന്ന എത്തണ്ട 7 കിലോമീറ്ററേ പോകാനുള്ളൂ.
വിനിച്ചേട്ടൻ്റെ സ്കൂട്ടർ ഉണ്ട്. ഇത് കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് പോവാം. കാരണം രാവിലെ തന്നെ ഈ ഒരു തണുപ്പിൽ ഒരു റൈഡ് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. ഹെൽമെറ്റൊക്കെ ഉണ്ട്, ഹെൽമെറ്റൊക്കെ വെക്കാതെ നമുക്ക് പോക്ക് നടക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് പോയേക്കാം. നമ്മൾ ഇന്നലെ വന്ന അതേ വഴി തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ ഇന്നലെ ബസ്സിൽ വരുമ്പോൾ അധികം നല്ല കാഴ്ചകളൊന്നും കണ്ടില്ലല്ലോ. നമുക്ക് എന്തായാലും കുറച്ച് പോവാം. ഇതിലൂടെ, അതായത് ഈ ഭാഗം വഴി തന്നെയാണ് റെയിൽ ട്രാക്കും. ട്രെയിനൊക്കെ പോകുന്ന ഒരു കുറച്ച് കാഴ്ചയും കൂടെ നമുക്ക് കാണാം. ഇവിടെ ഹോൺ മസ്റ്റാണ്. ഇവർ എപ്പോഴാണ് ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിക്കുകയെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല വ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ അസാം ഭാഗത്തൂടെയൊക്കെ 2 വീലറിൽ യാത്ര ചെയ്യാനാണ് ഏറ്റവും അടിപൊളി. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഈ റൈഡ് ചെയ്യാനാണ്. ഞങ്ങളുടെ വണ്ടി എടുത്ത് ഞങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പെട്രോൾ അടിക്കുകയാണ്. ഇവിടെ 1 ലിറ്ററിന് 98.46 രൂപയേ ഉള്ളൂ. നമ്മുടെ കേരളവും അസാം വെച്ച് നോക്കുമ്പോൾ ഇവിടെ പൈസ കുറവാണ്. ഇപ്പൊ ഇതുവഴി ഏതൊക്കെ ട്രെയിൻ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദിബ്രുഗഡ് ഭാഗത്തുനിന്ന് ഒരു വണ്ടി വരാനുണ്ട്, നഗർലഗൂൺ തിൻസുക്കിയ എക്സ്പ്രസ്. അതൊരു 9:50 ആകുമ്പേ ദിബ്രുഗഡിൽ നിന്ന് പുറപ്പെടുള്ളൂ. ഇപ്പൊ സമയം 9:45 ആയതേ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ദിബ്രുഗഡിൽ നിന്ന് ലാൽഗഡിലേക്ക് പോകുന്ന അവധ് ആസാം കൂടിയുണ്ട്. അതും ഇതുവഴി കടന്നു പോകും. തിൻസുക്കിയ ഭാഗത്ത് നിന്ന് ദിബ്രുഗഡിലേക്ക് ഈ സമയത്ത് വണ്ടി ഒന്നും തന്നെ ഇല്ല. ശരിക്കും ഉണ്ടല്ലോ, ആസാം വഴി യാത്ര ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ ഈ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലേസ് ആണ്. തിൻസുക്കിയ ടു ദിബ്രുഗഡ് ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മൾ തിൻസുക്കിയിൽ നിന്ന് ലിഡോ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകുമ്പോഴും ശരിക്കും ഈ ട്രാക്കും റോഡും തമ്മിൽ എന്താ പറയാ മുട്ടിയില്ല എന്ന് പറഞ്ഞ രീതിയിലാണ് പോകുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് പണിത്തോള എന്നുള്ളൊരു സ്ഥലത്തെത്തിയേ. ഇവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അങ്ങ് ഒരു മുൻഭാഗത്താണ്. ഇതൊക്കെ ദിബ്രുഗഡ് ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകളാണ്. ദിബ്രുഗഡ് തിൻസുക്കിയ. പിന്നെ ഈ ഭാഗത്തെ റോഡിനെ പറ്റി പറയുമ്പോൾ ചില ഭാഗത്തൊക്കെ ഗട്ടർ ഉണ്ട്. ഇതാ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. പനിത്തോള റെയിൽവേ സ്റ്റേഷൻ കണ്ടോ? ശരിക്കും പറഞ്ഞാൽ റോഡിന്റെ സൈഡിൽ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ ടൗൺ ഇപ്പുറത്ത്, രണ്ടും അടുത്ത് തന്നെയാണ്. പക്ഷെ ഈ ഒരു സ്റ്റേഷൻ അധികം ട്രെയിനുകൾക്കൊന്നും സ്റ്റോപ്പില്ല കേട്ടോ. ശരിക്കും നമുക്ക് ടൗണിൽ നിന്ന് എളുപ്പത്തിൽ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ കയറി പോവാ അല്ലേ? നമ്മുടെ നീലേശ്വരത്തും ഇങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ? ഇങ്ങനെ ഇല്ല ശരിക്കും പറഞ്ഞാല്. അതെ. രാവിലെ ഒരു വണ്ടി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു മുറുക്കങ്കസലക്ക് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകുന്ന ഒരു ഡെമോ. അത് പോയിട്ടുണ്ടോ ഞാൻ സമയം നോക്കിയില്ല. അല്ല, കാരണം വെച്ചാൽ അത് ഇന്നലെ 2 മണിക്കൂർ ഡിലേ ആയിട്ടാണ് പോയത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ അപ്ഡേറ്റ് നോക്കാൻ വിട്ടുപോയത്. ഞങ്ങളിപ്പോ ഹൈവേന്റെ ഭാഗത്തുനിന്ന് ഒരു നോർമൽ വഴിയിലേക്ക് കയറിയേ. ഈ 2 ഭാഗത്തും ഇപ്പൊ തേയിലയാണ്. ഇതേ അവിടെ ആയാലും കാണാം, ഇപ്പുറത്തെ സൈഡിലാണെങ്കിലും കാണാം. നല്ല വഴിയാണ്, നല്ല തണുപ്പാണ്, എന്തുകൊണ്ടും അടിപൊളി. ശരിക്കും ഞങ്ങൾ ആസാമിന്റെ ഓരോ കാര്യങ്ങളും പറയുന്നില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റൈഡ് ചെയ്യാൻ അടിപൊളിയാണെന്ന്. ശരിക്കും നിങ്ങൾ ഇതൊക്കെ തന്നെ ഒന്ന് നോക്കിയേ, എങ്ങനെ ഇത്രയും നല്ല വഴി റൈഡ് ചെയ്യാതിരിക്കും. പിന്നെ ഇവിടുത്തെ റോഡിന് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഈ കാഴ്ചയാണല്ലോ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇത് നമ്മളിപ്പോൾ ഒരു ടൗൺ കഴിഞ്ഞില്ലേ, ആ ടൗണിൽ നിന്ന് ഒരു 200 മീറ്റർ മാറി ഉടനെ തന്നെയാണ് ഈ ഒരു വഴി വരുന്നത്. റോഡിന്റെ ഇരുവശത്തായിട്ട് തേയിലത്തോട്ടങ്ങൾ ഒരുപാട് ഭാഗത്തേക്ക് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അങ്ങ ദൂരെ മുതൽ ഇങ്ങിത ഈ ഭാഗം വരെയാണ് ഈ ഒരു ഭാഗത്തെ തേയിലയുള്ളത്. അതായത് ഇതൊക്കെ ഓരോരോ സെക്ടറായിട്ടാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ അകത്തേക്കൊന്നും ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല, കാരണം ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണല്ലോ. ഇതുപോലുള്ള റോഡ് വഴി യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ കാണാം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു തേയില ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇങ്ങനെ നിറഞ്ഞ അവിടം വരല്ലേ, സ്ഥലമൊന്നും പറയാൻ പറ്റില്ല, അങ്ങ് വ്യാപിച്ച് കിടക്കുവാണ്. ഇതിന്റെ നടുഭാഗത്തായിട്ട് മരങ്ങൾ കാണുന്നില്ലേ, അത് നല്ലൊരു ഫ്രെയിം അല്ലേ? അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതേപോലുള്ള മരങ്ങളുണ്ട്. ഇങ്ങനെ മനു കിട്ടോ, ഇവിടെ വീടുകളുണ്ട് കേട്ടോ. വീടുകളാ. അതായത് എനിക്ക് തോന്നുന്നു ഈ തോട്ടമൊക്കെ നോക്കി നടത്തുന്ന ആൾക്കാരുടെ വീടൊക്കെ തന്നെ ആയിരിക്കാം അല്ലേ? പല തോട്ടം തൊഴിലാളികളെ വീടുകളൊക്കെ ആയിരിക്കും അത്. അതുപോലെ തന്നെ കവുങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ആസാമിലെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് കവുങ്ങും തെങ്ങുണ്ട്. നമ്മുടെ കേരളത്തിലെ കൂടെ യാത്ര ചെയ്യുന്ന ചെറിയൊരു പ്രതീതിയൊക്കെ കിട്ടും കേട്ടോ നമുക്ക്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കാണാറുണ്ടല്ലോ. അതെ. വാഴ,
ഇതാണ് ഞാൻ പറഞ്ഞത് കവുങ്ങ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് കവുങ്ങുകളില്ലേ? ആ മാവുണ്ട്. ഞങ്ങളിപ്പോ ദിബ്രുഗഡ് ആ ഒരു ഹൈവേയിലേക്ക് തന്നെ കയറി. ഇവിടെ ഒരു ബോർഡ് കാണാം, വെൽക്കം ടു ദിബ്രുഗഡ് ഡിസ്ട്രിക്ട്. അതായത് പനിത്തോള ടൗണൊക്കെ തിൻസുക്കിയ ജില്ലയിലാണ്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുഴുവനും ദിബ്രുഗഡ് ജില്ലയാണ്. ഇവിടുന്നൊക്കെ നമുക്ക് തേയിലൊക്കെ കാണാം. ഇനി ഇവിടുന്ന് നമുക്ക് ട്രെയിൻ വരുന്ന ആ ഒരു കാഴ്ച ആദ്യം കാണാം. അരുണാചൽ പ്രദേശിലെ നഹർലാഗിൽ നിന്ന് തിൻസുക്കിയയിലേക്ക് പോകുന്ന എക്സ്പ്രസ്. ട്രാക്ക് പണി കാരണമാണ് ഇത്ര സ്ലോ. ഞങ്ങളിവിടെ തിൻസുക്കിയ ടൗണിലേക്ക് വന്നേ. ലിഡോ വാലി ചായ, ഒരു പാക്കറ്റ് ചായപ്പൊടി വാങ്ങാന്ന് കരുതി. ഇതിനെത്രടാ? ഒരുപാടുണ്ട് ഇവിടെ. പ്രീമിയം ടീ ഉണ്ട്, 100 രൂപ. പിന്നെ ഇതിന്റെ വലിയ പാക്കറ്റിന് എത്ര വെച്ചാ? ഇതിന് 270. ഗാർഡൻ ഫ്രഷ് എന്നൊക്കെ പറഞ്ഞ എഴുതി കാണാം. കാരണം ഇത് ഒറിജിനൽ സാധനമാണ് കേട്ടോ. ഇതിന്റെ നമ്മൾ മൂന്നാറിലൊക്കെ പോയി വാങ്ങിക്കൂലേ, അതുപോലെ തന്നെയാണ് ഇവിടെ ഒരുപാട് തേയിലേൻ്റെ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഓർഗാനിക് ഗ്രീൻ ടീ അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതെല്ലാം ഉണ്ട്. ഇവിടെ 2 ഉണ്ട്. ഇത് 270ൻ്റെയും ഇത് 100 രൂപയുടെയും. എന്തായാലും ഞങ്ങൾ ഇത് വാങ്ങിക്കുന്നില്ല, ഈ ഒരു പ്രീമിയം ടീ, ഈ ഒരു വലിയ പാക്കറ്റ് തന്നെ വാങ്ങിക്കാം. ഇലക്ട്രിക് ആണ് ലോക്കോമോട്ടീവ്. ഇന്ത്യയിൽ തന്നെ ലോങ് ആയിട്ട് ഓടുന്ന ഒരു ട്രെയിനാണ് കേട്ടോ ഈ ഒരു അവദാസം. ഞങ്ങൾ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ലാൽഗഡിൽ നിന്ന് ദിബ്രുഗഡ് വരെ 2022. അതൊരു 1.5 യാത്രയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് ബീഹാർ വഴിക്ക്, അതായത് ബറൗണി കട്ടിഹാർ വഴിക്ക് പോകുന്ന വണ്ടിയാണ്. 3 AC-ലാണ് യാത്ര ചെയ്തത്. വല്ലാത്ത ശോകം പിടിച്ചൊരു യാത്രയായിരുന്നു അത്. നല്ല സ്മെല്ലല്ലേ? ആ പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര സ്മെല്ല്. വലിയ വൃത്തിയൊന്നുമില്ല ഈ വണ്ടിക്ക്. ഈ പോകുന്ന സൈഡിൽ മൊത്തം മാർക്കറ്റുകളാണ് കേട്ടോ. പ്രധാനപ്പെട്ട ഈ മീറ്റ് മറ്റു കാര്യങ്ങളൊക്കെ വെക്കുന്നത്, ചിക്കനൊക്കെ വെക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഉണ്ടല്ലോ കൂടുതലായിട്ട് ചിക്കനാണ്. അതുപോലെ തന്നെ മട്ടനും ഒരുപാട് സ്ഥലത്ത് കിട്ടും. മീനൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിക്കനും മട്ടനും മാത്രമേ ഇവിടെ കിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു ഏരിയ ഇല്ലേ വലിയ വൃത്തിയൊന്നുമില്ല. ഇപ്പം ധാബകളിലായാലും ശരി, ഭക്ഷണം കഴിച്ചാലും നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആവത്തൊന്നുമില്ല. ഈ ഒരു വഴിയാണ് നമുക്ക് പോകേണ്ടത്. ആരും ഓണടിച്ചാൽ പോലും മാറൂല. അങ്ങനെ റൂമിന്റെ ഭാഗത്തേക്ക് തിരിച്ചെത്തിയേ. റെയിൽ ട്രാക്കും റോഡും ഒരുപോലെ കാണണമെങ്കിൽ ഇങ്ങിവിടെ അസാമിലെ തിൻസുക്കിയയിലേക്ക് വന്നാൽ മതിയാകും. അതുപോലെ തന്നെ ഇവിടുന്ന് ലിഡോയിലേക്ക് പോകുന്ന ഒരു റൂട്ട് ഉണ്ട്. അതിനിടയിലാണ് മാർഗരിറ്റ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ വരുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിന്റെ ഇടയിലേക്ക് കൂടെയാണ് റെയിൽവേ ട്രാക്ക് പോകുന്നത്. ഞങ്ങൾ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാഴ്ച തന്നെയാണത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഇവിടുത്തെ കുറച്ച് വെറൈറ്റി ഭാഗത്തേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. അതിന്റെയൊക്കെ കാഴ്ചകളൊക്കെ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.